കഴിഞ്ഞ ദിവസം നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടന്നു. ആ ആഘോഷങ്ങളിൽ മുസ്ലിം ലീഗിലെ ചില പ്രവർത്തകരിൽ നിന്നുള്ള ഒരു ആഘോഷ പരിപാടി സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിവാദത്തിന് കാരണമായി മാറി. ചോര പൊടിയുന്ന ഒരാടിൻ്റെ തല കയറിൽ കെട്ടിത്തൂക്കി റോഡിലൂടെ കുറച്ച് മുസ്ലിം ലീഗിലെ ചില പ്രവർത്തകർ അവർ ആ തിരഞ്ഞെടുപ്പിനെ ആഘോഷിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. ഇത് എത്രത്തോളം മോശമായ ഒരു പ്രവർത്തനമാണ് എന്നുള്ളത് നാം എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. നോക്കൂ, തിരഞ്ഞെടുപ്പിലെ ആ വിജയങ്ങൾ അത് ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്, ഒരു സംശയവുമില്ല. അത് ആഘോഷിക്കുന്നത് തീർച്ചയായും ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ഭാഗം തന്നെയാണ്. അതാത് പാർട്ടിക്കാർക്ക് ആ തിരഞ്ഞെടുപ്പിലെ ആ വിജയത്തിൽ ആഘോഷിക്കാനുള്ള എല്ലാ വിധത്തിലുമുള്ള സ്വാതന്ത്ര്യവുമുണ്ട്, അവകാശവുമുണ്ട്. പക്ഷേ ആഘോഷങ്ങൾ അതിര് കടന്നുകൊണ്ടാകരുത്. ആ ആഘോഷങ്ങളിൽ മിതത്വമുണ്ടാകേണ്ടതുണ്ട്. ആ ആഘോഷങ്ങളിൽ സംസ്കാരം ഉണ്ടാകേണ്ടതുണ്ട്. അതിർവരമ്പുകൾ ലംഘിക്കപ്പെടുന്നത് രാഷ്ട്രീയ വിജയത്തിന് എന്തും കാണിക്കാമെന്നുള്ള തെറ്റായ സന്ദേശമാണ് ഇതിലൂടെ ഇത്തരം ആളുകൾ നൽകുന്നത്. മുസ്ലിം ലീഗ് പോലെ ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയിലെ ചില അണികളിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പ്രവർത്തനമാണിത്. ഇത്തരം ഒരു പാർട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അച്ചടക്കമുള്ള പ്രവർത്തനങ്ങളാണ്. താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്ന സമയത്ത് അത് പാർട്ടിയുടെ ഉന്നതമായ മൂല്യങ്ങളെയും നിലപാടുകളെയുമാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ചോദ്യം ചെയ്യുന്നത്. നോക്കൂ, പടക്കം പൊട്ടിച്ചും മധുരങ്ങളൊക്കെ വിതരണം ചെയ്തും ഫ്ലക്സുകൾ വെച്ചും ബൈക്ക് റാലികൾ സംഘടിപ്പിച്ചുമൊക്കെ നമുക്ക് തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു വിജയത്തെ നമുക്ക് ആഘോഷിക്കാവുന്നതാണ്. പക്ഷേ മിണ്ടാപ്രാണിയുടെ ഒരു തലയെടുത്ത് അത് പരസ്യമായ ഇത്തരത്തിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളത് സംസ്കാര ശൂന്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ മലയാളികൾ എപ്പോഴും അഭിമാനിക്കാറുണ്ട് സാക്ഷര കേരളമാണെന്നൊക്കെ. പക്ഷേ ഇത്തരം കാഴ്ചകൾ കേരളത്തിന് പുറത്തുള്ളവർ കാണുമ്പോൾ, ഇതര മതസ്ഥരായ സഹോദരങ്ങൾ കാണുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് അവർ എന്തായിരിക്കും ചിന്തിക്കുക? മതവിശ്വാസികൾ ഏറെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ അണികളിൽ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എന്നാണ് പ്രവാചകൻ മുഹമ്മദ് നബി തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. ഭൂമിയിലുള്ളവരോടെന്നാണ് പറഞ്ഞത്. അതിൽ മനുഷ്യർ മാത്രമല്ല ഉൾപ്പെടുക, ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും ഉൾപ്പെടും, അതിലെല്ലാ ജീവികളും ഉൾപ്പെടും. അത്തരത്തിൽ സഹജീവികളോട് കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകർ മുഹമ്മദ് നബി തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആ പാണക്കാട് തങ്ങന്മാർ നേതൃത്വം നയിക്കുന്ന ഒരു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ അണികളിൽ നിന്നാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. നോക്കൂ, എതിർ സ്ഥാനാർത്ഥികളോട്, എതിർ പാർട്ടിയോട് നമുക്ക് പല വിധത്തിലുള്ള വിയോജിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം. പക്ഷെ അത്തരം വിയോജിപ്പുകൾ കാണിക്കേണ്ടത് ഇതുപോലെയുള്ള നീചമായ പ്രവർത്തനങ്ങൾ കൊണ്ടാകരുത്. വിജയങ്ങൾ വരും പോകും, സ്ഥാനമാനങ്ങൾ മാറി വരും. പക്ഷേ നമ്മൾ എന്നും കാത്തു സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മനുഷ്യത്വം, കാരുണ്യം, വിവേകം എന്നിങ്ങനെയുള്ള ഗുണങ്ങളാണ്. ഒരു ജീവിയുടെ തല കെട്ടിത്തൂക്കി ഇത്തരത്തിൽ വിജയം ആഘോഷിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്താണെന്നോ ജനാധിപത്യം എന്താണെന്നോ അറിയില്ല എന്നുള്ളതാണ്. നോക്കി, തിരഞ്ഞെടുപ്പ് ആഘോഷത്തിൻ്റെ ഭാഗമായി കൊണ്ടുള്ള ഇത്തരം പരിപാടികളെക്കുറിച്ച് വളരെയധികം കൃത്യവും വ്യക്തവുമായ നിലപാടായിരുന്നു മുസ്ലിം ലീഗിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയത്. ആഘോഷങ്ങളിൽ അതിരുകടക്കരുത് എന്നും മിതത്വം പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. എന്നിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾ അത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ആഹ്ലാദ പ്രകടനങ്ങൾ സമാധാനപൂർവ്വം നടത്തുക, സമൂഹമാധ്യമങ്ങളിലെ അനാവശ്യ ചർച്ചകളിൽ നിന്നും പ്രവർത്തകർ മാറി നിൽക്കുക, അനൈക്യമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവരുത്, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. മാത്രമല്ല, മുസ്ലിം ലീഗിലെ പ്രവർത്തകർക്ക് പാണക്കാട് തങ്ങൾ ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി. അവ ഇങ്ങനെയാണ്: ആഹ്ലാദങ്ങൾ സമാധാനപരമാക്കുക, അധിക്ഷേപവും വിദ്വേഷ മുദ്രാവാക്യങ്ങളും ഒഴിവാക്കുക, നുഴഞ്ഞ കയറ്റങ്ങളെ ജാഗ്രതയോടെ നിയന്ത്രിക്കുക, സാമൂഹിക നേതാക്കളെ ആദരിക്കുക, അക്രമവും ഗതാഗത തടസ്സങ്ങളും ഒഴിവാക്കുക, നിയമ സംവിധാനങ്ങളുമായി സഹകരിക്കുക. ഇത്തരത്തിൽ വളരെയധികം കൃത്യവും വ്യക്തവുമായി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ പാർട്ടിയുടെ നേതൃത്വ സ്ഥാനം വഹിക്കുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ ഇതെല്ലാം വ്യക്തമായി കൃത്യമായി പറഞ്ഞു വെച്ചിട്ടും ചില ആളുകളിൽ നിന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത്തരം ആളുകൾ ആ പാണക്കാട് തങ്ങളുടെ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇത് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി മനസ്സിലാക്കാതെ പോകരുത്. ഈ തിരഞ്ഞെടുപ്പിൻ്റെ വിജയാഘോഷത്തിൻ്റെ ദിവസമായ കഴിഞ്ഞ ദിവസം കൊടുവള്ളിയിൽ ഒരു സംഭവമുണ്ടായി. ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ മരണപ്പെട്ടു പോയി. മുസ്ലിം ലീഗിൻ്റെ വിജയത്തിൻ്റെ ഭാഗമായി ആഘോഷത്തിൽ ഏർപ്പെട്ട ഒരു ലീഗ് പ്രവർത്തകനാണ് മരണപ്പെട്ടു പോയത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആഘോഷങ്ങളും സന്തോഷങ്ങളുമെല്ലാം നിശ്ചലമായി മാറാൻ വേണ്ടി ഒരു സെക്കൻഡ് പോലും വേണ്ട. വിജയത്തിൻ്റെ ലഹരിയിൽ, ആവേശത്തിൻ്റെ കൊടുമുടി നിൽക്കുന്ന സമയത്ത് ആ മനുഷ്യൻ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ്. ഈ സംഭവം കണ്ട് ആ നാടും നാട്ടുകാരുമെല്ലാം ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ്. മുസ്ലിം ലീഗ് പ്രവർത്തകനായ പന്നൂർ സ്വദേശി ഹാഷിദ് അലി തിരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിൽ മുന്നിൽ തന്നെയുണ്ടായിരുന്നു. ആ തിരഞ്ഞെടുപ്പിൻ്റെ വിജയാഘോഷത്തിൽ എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടുകൂടി ആഹ്ലാദിച്ചു നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ്. കുഴഞ്ഞു വീണ ഹാഷിദിനെ അവിടെയുള്ള പ്രവർത്തകർ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് സങ്കടത്തിൻ്റെ, വേദനയുടെ,
ആ കാഴ്ചയായി മാറുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഹാഷിദ് ഒരു പ്രവാസിയായിരുന്നു എന്നുള്ളതാണ്. മണലാരണ്യത്തിന്റെ വിയർപ്പൊഴുക്കി കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഹാഷിദ് 2 മാസം മുമ്പാണ് അവധിക്ക് നാട്ടിലേക്ക് എത്തുന്നത്. കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ കിട്ടിയ ചെറിയൊരു കാലയളവ് ഇങ്ങനൊരു ദുരന്തത്തിൽ അവസാനിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവധിക്കാലം എന്നുള്ളത് എത്രത്തോളം വിലപ്പെട്ടതാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഭാര്യയും മക്കളും മാതാപിതാക്കളും ഒത്ത് നാട്ടിൽ അവധിക്കാലം സന്തോഷിക്കാനെത്തിയ ആ ചെറുപ്പക്കാരനെ വിധിച്ചത് മറ്റൊന്നായിരുന്നു. നമ്മുടെ ജീവൻ എത്രമാത്രം നിസ്സാരമാണ് എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ആഘോഷങ്ങളൊക്കെ വേണം, പക്ഷെ അത് ശ്രദ്ധയോടുകൂടി വേണം. എല്ലാറ്റിനേക്കാളും വലുത് വിലപ്പെട്ടത് നമ്മുടെ ജീവനാണ് എന്ന് നാം എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. ഇതാദ്യമായിട്ടൊന്നുമല്ല, ഇതിനു മുമ്പും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൻ്റെ ആഘോഷത്തിൻ്റെ വേളയിൽ ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് സഹോദരങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത്. ഒന്നും രണ്ടുമല്ല, 51 കുടുംബാംഗങ്ങൾക്കാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി വീടുകൾ വെച്ച് നൽകിയത്. അതും എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടെ, ഫർണിച്ചറും വീട്ടു സാധനങ്ങളും അടക്കം എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള വീടുകളാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ആ ദുരന്തം ബാധിച്ച് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് നൽകിയത്. ഇനിയും 50ഓളം വരുന്ന വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികാരമില്ലാത്ത സമയത്ത് സർക്കാർ പോലും ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള മനോഹരമായ പ്രവർത്തനമാണ് മുസ്ലിം ലീഗ് കാഴ്ചവെച്ചത്. അവരുടെ ആ ഒരു പ്രവർത്തനം കണ്ട് എതിർ പാർട്ടിയിലുള്ളവർ, രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർ പോലും മുസ്ലിം ലീഗിൻ്റെ ആ പ്രവർത്തനത്തെ പ്രശംസിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അത്തരത്തിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനവും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന നേതാക്കന്മാരുമെല്ലാം ഇത്തരത്തിൽ മനോഹരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ഇവിടെ ചില അണികളാകട്ടെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കോട്ടം വരുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ഇത്തരം ആളുകൾക്കെതിരെ കർശനമായ നടപടികൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഇത്തരത്തിൽ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. ആഹ്ലാദ പ്രകടനങ്ങൾ ആഭാസകരവും വ്യക്തിപരമായ അധിക്ഷേപങ്ങളുമാവരുത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലും സംസ്ഥാനത്തും UDFന് ലഭിച്ച വമ്പിച്ച വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ജില്ലയിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ ആഭാസകരമായ ചെയ്തികളുണ്ടാകാതിരിക്കൽ അനിവാര്യമാണ്. ആഹ്ലാദം അതിരുകടക്കരുത് എന്ന മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിർദ്ദേശം ലംഘിച്ച് ആഘോഷ പരിപാടികൾ അതിരുകടക്കുകയും മാന്യതയുടെ സീമകൾ ലംഘിച്ചുകൊണ്ട് വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചില പ്രദേശങ്ങളിലെ പ്രകടനങ്ങളിലെ ചിലരുടെ ചെയ്തികൾ മുസ്ലിം ലീഗ് ഇതുവരെ ഉണ്ടാക്കിയെടുത്ത സൽപ്പേരിന് കളങ്കം സൃഷ്ടിക്കുന്ന വിധത്തിലാവുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇനി അത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഇതായിരുന്നു അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം മോശമായ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്കെതിരെ അദ്ദേഹം കുറിച്ച ചില വാചകങ്ങൾ. നോക്ക്, ഏത് മതമാകട്ടെ, ഏത് സമുദായമാകട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയാകട്ടെ, അതിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും വിവരദോഷികൾ ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് കരുതി ആ മതം അല്ലെങ്കിൽ ആ സംസ്കാരം അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ എല്ലാവരും മുഴുവനും അത്തരക്കാരാണ് എന്ന് പറഞ്ഞതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അത് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ബുദ്ധിശൂന്യത മാത്രമാണ്.